അങ്ങനെ നമ്മൾ 500 ബലൂൺസിനകത്തേക്ക് വെള്ളമെല്ലാം നിറച്ച് ഇങ്ങനെ പുറത്ത് വെച്ചേക്കുമായിരുന്നു. എല്ലാം നന്നായിട്ട് ഫ്രോസൺ ആയിട്ടുണ്ട്. സമയം 6 മണിയേ ഉള്ളൂ. ഞങ്ങളൊരു 3 മണിക്കൂർ കൊണ്ട് ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂണിൻ്റെ കവർ കളയും അല്ലേ? കവർ കളഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ വെച്ചതിന് ശേഷം അവിടെ കൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 500 ബലൂണായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 500 ബലൂണും കൂടെ തികയോന്ന് അറിയത്തില്ല. ഇത് ഹാർഡായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂണിനകത്ത് വെള്ളം നിറച്ചേക്കുന്നത് കൊണ്ട് അത്ര ഈസി ആയിട്ട് ഇരിക്കത്തില്ല, കുറേ ടൈം എടുക്കും. ഞാനാണെങ്കിൽ കുറച്ച് നേരം ആയതുകൊണ്ട് എൻ്റെ നാക്കെല്ലാം ഭയങ്കര ഹാർഡായിട്ടിരിക്കണം. ഒരു ബോൾ ഒരു 3-4 കിലോ വെയിറ്റ് ഉണ്ടാവും. ഇതിനകത്ത് വെള്ളമെല്ലാം ഫ്രോസൺ ആയിട്ടുണ്ട്. ചിലതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഫ്രോസൺ ആണുണ്ട്. ഇനി നമുക്കുള്ളത് ഇത്രയും ഇതും ഉണ്ട്, ഇതുമുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ആവാൻ സാധ്യതയില്ല. നമ്മുടെ ഗ്ലൗസ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുണ്ട്. ചൂടിൻ്റെ കെട്ടി വെച്ചേക്കുന്ന ഭാഗം ഉള്ളിലേക്കാണ് വയ്ക്കുന്നത്. ചിക്കു ഡ്യൂട്ടിക്ക് പോയേക്കുന്നതുകൊണ്ട് നമ്മളിവിടെ കലാപരിപാടികളൊക്കെ ആയിട്ട് അകത്തിരിക്കുന്നു അല്ലേ? ചക്കിയും പുറത്ത് പോവാണ്. ഇന്നലെ നമ്മൾ കുറച്ച് ഭാഗം തീർത്ത് വെച്ചായിരുന്നു. രാവിലെ ജോണിക്കുട്ടി ബലൂണിൻ്റെ കവർ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് -20 ടെമ്പറേച്ചർ. ഞാൻ രാവിലെ കുക്കിംഗ് കലാപരിപാടിയാണ്. രാവിലെ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് പരിപാടികളൊക്കെ തീർത്ത് വെച്ചേക്കുവാണെങ്കിൽ പരിപാടികൾ സുഗമമാകുമല്ലോ എന്നോർത്തിട്ട്. ഭയങ്കര ഒരു 15 മിനിറ്റ് പുറത്ത് നിൽക്കും, പിന്നെ കുറച്ച് മിനിറ്റ് കയറി വരും. അങ്ങനെയാണ്. എങ്ങനെയുണ്ട് ജോണിക്കുട്ടി തണുപ്പ്? പുറത്ത് എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പാണ്. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഒരു രക്ഷയില്ല അല്ലേ? നാട്ടിൽ നമ്മൾ മണ്ണ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമല്ലോ. അങ്ങനെ കുഴച്ച് ചാന്തുണ്ടാക്കി അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് നമ്മൾ പണ്ട് കളിവീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതേ സെറ്റപ്പിൽ ഇവിടെ സ്നോ വന്നപ്പോൾ സ്നോയ്ക്കകത്ത് വെള്ളം കോരി ഒഴിച്ച് അങ്ങനെയല്ലേ ഈ സംഭവങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം മണ്ണ് കൊണ്ട് നാട്ടിൽ മണ്ണ് കുഴച്ച് നമ്മൾ ഓരോരോ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പണ്ട്. ചെറുതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്ക് നാട്ടിൽ അങ്ങനെ മണ്ണിൽ കളിക്കുന്ന പിള്ളേരുണ്ടോ ചായ? നമ്മുടെ അത്രയും കളിച്ചുകൊണ്ട് ഇല്ലായിരിക്കുമല്ലോ, അറിയില്ലല്ലോ. അപ്പം എന്താണ് നല്ല നമുക്ക് ശരിക്കും സ്നോയ് ഒത്തിരി കുറവാട്ടെ ഈ പ്രാവശ്യം. ഈ വർഷം നമുക്ക് ഇതുവരെ സ്നോ കുറവാണ്. ഓർക്കുന്നുണ്ട് നമ്മുടെ ഒരു വിൻ്ററിൽ നമ്മുടെ കഴിയുന്ന മുമ്പിലത്തെ പ്രാവശ്യം -28 ആയിരുന്നു നമ്മൾ ടെമ്പറേച്ചർ സ്കെയിൽ ഔട്ട്സൈഡ് സ്കെയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മെർക്കുറി. ഓൾമോസ്റ്റ് ഈ ആഴ്ചയിലൊക്കെ ആയിരുന്നു അത്രയും തണുപ്പ് വരാറ്. പക്ഷെ ഈ പ്രാവശ്യം ഏറ്റവും വന്നേക്കണം ഇതുവരെ എത്ര വരെ എത്തിപ്പം? അത് ഫീൽ ലൈക്ക് അല്ലേ, അല്ലാണ്ട് 17-18 സ്കെയിലിൽ കാണിച്ചോളൂ. ഫീൽ ലൈക്ക് ചിലപ്പോൾ 24-28 ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എക്സാക്ട് എന്താ കാത്തിരിക്കുന്നേ? അതായത് നമ്മളിങ്ങനെ ആ ബലൂൺസിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് ഒരു 4 ലിറ്റർ 3 ലിറ്ററൊക്കെയാണ് ആവറേജ് ഒരു ബലൂണിനകത്തുള്ളത്. ഈ നമ്മൾ ചാന്ത് എന്ന് പറയുന്ന പോലെ സ്നോയ്ക്കകത്ത് വെള്ളം മിക്സ് ചെയ്ത് വെച്ച സാധനം നമ്മൾ നേരെ ഇവിടെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒരു ബലൂണ് നേരെ വെച്ച് കൊടുക്കാൻ പോവാണേ. നല്ല ഹെവി സാധനം കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക, ഇത് ശരിക്കും ഉറച്ചു പിടിച്ചില്ല ഇതിൻ്റെ അകത്തിരുന്ന്. ഇനി ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല ടൈറ്റാണ്. നമ്മൾ ഇവിടെ ആ ചാന്ത് അവിടെ ചെയ്യരുത്, അവിടെ ഞാൻ ഇപ്പൊ വെച്ചോളൂ. അതായത് ഞാനൊന്ന് തള്ളി നോക്കാൻ പോയതാ, പേടിപ്പിച്ചത്. അതായത് ഇവിടെയൊക്കെ നോക്കിക്കേ, എന്നാ സ്ട്രോങ് നോക്കിക്കേ. തള്ളിയാലും പോരുന്നില്ല. ഇത് നാളെ ആയി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ഹൈറ്റ് പോരെ. അപ്പൊ ശരിക്കും നാച്ചുറൽ ഗ്ലൂ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? സ്നോയും വെള്ളം കൂട്ടി കുഴച്ച് നമ്മള് ഇങ്ങനെ ഐസ് ബോൾ വെച്ച് കഴിയുമ്പോൾ അറിയില്ല. കോൺക്രീറ്റ് അല്ലേ അത്? സിമെന്റാ മോനെ. സിമെന്റ് ഇതായിട്ടങ്ങ് ഉറയ്ക്കും. സംഭവം കൊള്ളാട്ടെ, നല്ല മുന്തിരിക്കെട്ട് പോലെ കട്ട പോലെയേ ഇങ്ങനെ. കളർ ചേർത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതെ, എന്നിട്ട് അതിൻ്റെ അകത്ത് ലൈറ്റ് വെച്ച് കഴിയുമ്പോൾ അല്ലേ, ചുമ്മാ ഒരേ രസങ്ങള്. തുടങ്ങിയപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, അപ്പനും പിള്ളേരൊക്കെ കൂടിയിട്ടായിരുന്നു.
ഇന്നിപ്പോൾ എനിക്ക് ഓഫാണ്. ആ ഇവരൊരുമിച്ച് ഇവരങ്ങ് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഇന്നാണ് ഒത്തു കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുണ്ടാക്കണ വീഡിയോ എടുത്തു കൊടുക്കാമെന്ന്. 9 പറക്കി എടുത്തോ. ജോണിക്കുട്ടി ഹെൽപ്പ് ചെയ്യണോ പപ്പനെ? ഇത്രയും നേരം എസക്കുട്ടൻ പുറത്ത് എസക്കുട്ടനെ ഇതിൻ്റെ അകത്ത് ഇരുത്തി വലിച്ചുകൊണ്ട് കിടക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ എസക്കുട്ടീനെ അകത്തേക്ക് കയറ്റി വിട്ടു. മളും ചെക്കി അകത്ത് അവർ സ്കൂൾ വിട്ട് വന്നിട്ട് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വരും എന്ന് വിചാരിക്കണു. പക്ഷേ സ്കൂൾ തുടങ്ങിയുള്ളതുകൊണ്ട് അവർക്കിനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യമായിട്ടൊക്കെ പഠിക്കാനുണ്ടാവും അല്ലേ ചെയ്യാ? ആകാശത്തിൻ്റെ തെളിച്ചം കണ്ടോ? നൊള്ള 0 ഒന്നുമില്ല. അതിൻ്റെ സന്തോഷം ജോണിക്കുട്ടിയുടെ മുഖത്ത് കാണാനുണ്ട്. എപ്പോഴും മാളൂരോടും ചക്കിയുടെ വന്നിട്ട് അറിയാൻ കൂടി നിങ്ങൾക്ക് എനിക്ക് എന്നാ കിട്ടിയെന്ന്. അപ്പം ഞങ്ങൾ അറിഞ്ഞു. ഒന്നുമില്ല. അവർക്ക് വിൽമ ഉണ്ടല്ലോ, പക്ഷെ ചക്കിക്ക് എന്നെ കാണാൻ പറ്റിയ മാള് എൻ്റെ ചക്കിരിയുണ്ട്. വിൽമ ചെക്ക് ചെയ്യും അല്ലേ? വിൽമ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്കൂളിലെ ആപ്പാണ്. അതായത് പിള്ളേരുടെ ഹോംവർക്കുകൾ, പിള്ളേർ ആബ്സെൻ്റ് ആയാൽ ഹവേഴ്സ്, സ്കൂളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പം നമ്മൾ മെസ്സേജൊക്കെ അയക്കാനും എല്ലാം ടീച്ചറിന് പേഴ്സണലായിട്ടല്ല നമ്മൾ അയക്കുന്നത്. ആ ആപ്പിലൂടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്പിനകത്ത് ടീച്ചറിനെ സെലക്ട് ചെയ്തിട്ട് ആ ടീച്ചറിന് നമുക്ക് പേഴ്സണലായിട്ട് ആപ്പിലോട് അയക്കാൻ പറ്റും അല്ലേ ചെയ്യാ? യോ അപ്പോൾ ആ ആപ്പ് ചില സമയത്ത് ഇപ്പോൾ പപ്പയും മമ്മയൊക്കെ നല്ല തിരക്കാണെങ്കിൽ അപ് ടു ഡേറ്റ് എപ്പോഴും കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാ ചെയ്തേക്കുന്നത്, മാളുവിൻ്റെയും ഒക്കെ ഫോണിലോട്ട് അത് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ കളേഴ്സ് എന്ത് രസമല്ലേ, കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ. വെള്ളം നിറയ്ക്കൽ കുറച്ച് ഹാർഡായിട്ടുള്ള പരിപാടിയാണ്. നല്ല വെയിറ്റ് ആട്ടെ, ഈ പറഞ്ഞ പോലെ നല്ല വെയിറ്റ് അതിന് സംഭവത്തിന്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബലൂണിനകത്ത് ഫ്ലവേഴ്സ് ഇട്ടിട്ട് ഫ്രീസ് ചെയ്തിട്ട് അതിന് നല്ല രസമായിരിക്കില്ലായിരുന്നോ? നമ്മളിപ്പോൾ ഈ ബലൂൺ നിറച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ ഫ്ലവേഴ്സ് ഇട്ടേക്കണായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഇലകളൊക്കെ ഇട്ട് ചരണി കുറച്ചുകൂടെ ഭംഗിയായല്ലേ? എന്നാലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തോടെ ഫുള്ള് കാണാൻ പറ്റിയേനല്ലോ. നല്ല രസമായിക്കൊണ്ടന്നെ. നല്ല മൈനസിൽ ഐസ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. ചെയ്യുമ്പോൾ ബലൂണിൻ്റെ അകത്ത് എന്തെങ്കിലും കാണാൻ ഭംഗിയുള്ള സാധനം ഇട്ട് അടിപൊളിയായിരിക്കും ചായ. നമ്മൾ ഓർക്കുന്നത് പാടാണ്, പക്ഷെ ഈസി ആട്ടോ. കാരണം സമയം ഉണ്ടെങ്കിൽ ചെയ്യാം, പിന്നെ കഷ്ടപ്പെടണം, ചുമ്മാ കുത്തില്ല. അതെ, നല്ല രീതിക്ക് കഷ്ടപ്പെടണം. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാനഡയിലാണ് തോന്നുന്നു ബെസ്റ്റ് എനിക്ക് തോന്നുന്നു. ഈ പ്രാവശ്യം ഇവിടെ സ്നോ ഇല്ലാത്തതുകൊണ്ട് നോർഡിക് കൺട്രീസിൽ കുറവാണ്. പക്ഷെ നല്ല ഭയങ്കര ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മൾ തന്നെ ഇങ്ങനെ ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ അല്ലേ? വാലറ്റ ഉള്ളിലേക്ക് വെച്ചു, ബലൂണിന്റെ അങ്ങേ ഈ സൈഡ് പുറത്തേക്ക് വെച്ചോലെ. ഇനി എന്നിട്ട് ഈ ഗ്യാപ്പ് ഉള്ളിടത്തോടെയൊക്കെ മറ്റേ ആ സ്നോ വെച്ച് തേച്ച് പിടിപ്പിക്കുവോ? വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇനിയിപ്പോൾ നല്ല സ്നോ വീണ് കഴിയുമ്പോഴേക്കുണ്ടല്ലോ ഇത് പിന്നെ ഉറക്കൂലേ? അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയോ? കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് സെറ്റപ്പ് ആക്കിയാൽ മതി. സെറ്റപ്പ് ആക്കാം, ഫൈനലി നമുക്ക് സെറ്റപ്പ് ആക്കാം. ഓക്കെ. എന്തോ അതല്ല, നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഫ്ലവർ വാങ്ങത്തില്ലേ, അങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ കാര്യം അമ്മ ഉദ്ദേശിച്ചത്. സംഭവം സെറ്റായിട്ടുണ്ട്. സമയമുണ്ട്, ഇങ്ങനെ ഇതിനു വേണ്ടി നമ്മൾ നിൽക്കുവാണെങ്കിൽ നല്ലതായിട്ട് ചെയ്തെടുക്കാമല്ലോ. പക്ഷേ വെക്കേഷൻ്റെ സമയത്ത് എന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വെതർ ആയിരുന്നു, കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല. ഇപ്പൊ സ്കൂൾ തുടങ്ങിയപ്പോഴാണ് നല്ല മൈനസ് ആയത്. ഇത് ഈ ബലൂണിനകത്ത് വെള്ളം ഫ്രോസൺ ആയി കിട്ടുന്നത് അത്ര ഈസി അല്ല, കുറേ ദിവസം ഇരിക്കണം. ഇല്ലെങ്കിൽ പകുതി വെച്ചതുകൊണ്ടോ എക്സാമ്പിള് ചിലത് നമ്മൾ വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊട്ടിപ്പോകും. അപ്പൊ ഇത് ഇത്ര ഹാഫ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പകുതിയാണ് നമുക്ക് ഐസായി കിട്ടിയല്ലേ? ചിലതിന് ബാക്കി ആയില്ലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10 ദിവസമായിട്ടോ ഇത് പുറത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, എനിക്കൊരു -3 ആയപ്പോഴേക്കും എടുത്ത് പുറത്ത് വെച്ചതാ. പക്ഷെ നല്ല ഒരു -10 താഴേക്ക് ആകുമ്പോഴാണല്ലോ സംഭവം ശരിക്കും ഫുള്ള് ഇതാകത്തുള്ളൂ. അതങ്ങനെ ആ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നിൽക്കുകയും വേണം, ഇടയ്ക്ക് കൂടി വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. എന്തായാലും സംഭവം ഇനി ഇത് കവർ ചെയ്ത് ഇഗ്ലു ആക്കുന്നുണ്ടോ ചായ? അതിനുള്ള കഴിവ് നമുക്കില്ല.
അല്ല നല്ല നല്ല എഫേർട്ട് വേണം എല്ലാ സംഭവം അങ്ങനെ വളച്ച് ഇഗ്ലു ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല എഫേർട്ട് വേണം. ആ ഇത് ചെരിച്ച് അത് തന്നെയല്ല അതിന് ഒരാൾ പിടിക്കാനും വേണം അല്ലേ? അതെ, നന്നായിട്ട് പണിയെടുത്താലാ അങ്ങനെയൊക്കെ ആവത്തുള്ളൂ. ഇതിങ്ങനെ നമുക്ക് പിന്നെയും ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരുവേ, നല്ല ഭംഗിയായിട്ട്. അതെ, പുകാന്ന് ബലൂൺ പൊട്ടിച്ച് ഐസ് ഇട്ട് കൊടുക്കുന്നു. പപ്പ ഇത് എപ്പോ ഇവിടെ ആണെങ്കിൽ ഇത് സ്റ്റക്കാണ്. അപ്പൊ പപ്പ ഒട്ട ഇടി കൊടുത്തേ, അപ്പൊ അത് പോയി. അപ്പൊ ഇതുപോലെ ചെയ്യുമ്പോ പോയി. ഓ, ജോൺകുട്ടിയും പപ്പയെ പോലെ സ്ട്രോങ് ആയെന്നാണോ പറഞ്ഞു വരുന്നേ? അതെല്ലാം പഠിച്ചത്. ഓ, കൊള്ളാലോ. ചേച്ചിമാര് ഇറങ്ങി വരുന്നുണ്ടായിരിക്കോ? അന്നേരം എസക്കുട്ടിയുടെ അടുത്ത ആള് വേണം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മമ്മ കയറി പോകേണ്ട വരും. ചേച്ചിമാര് ഇന്നവർ സ്കൂളിൽ പോയതും മാളുവിനെ അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുവിട്ടു. ചക്കി നടന്നുപോയി. തിരിച്ച് 3 പേരും നടന്നു വന്നു. ആ അല്ല, തിരിച്ചട കള്ളാ, നീ ഫ്രണ്ടിന്റെ കൂട്ടത്തിൽ ലിഫ്റ്റ് അടിച്ചു വന്നല്ലേ? നെയ്ബർ ഫ്രണ്ടിന്റെ പാരന്റ്സ് അവനിവിടെ കൊണ്ടുവിട്ടു. ആ കള്ളാ, നിന്നോട് നടന്നു വരണമെന്നും പറഞ്ഞാണ് ഇവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവിട്ടത്. ഇവന് നടക്കാൻ ഇപ്പൊ വന്ന് മടിയായിട്ടുണ്ടല്ലേ ജോണിക്കുട്ടി? ഓരോ ദിവസം നടക്കണേണെങ്കിൽ എല്ലാ ദിവസവും നടക്കണം നമ്മള്. ജോണിക്കുട്ടി ലോഡ് ഫില്ല് ചെയ്തിട്ട് ലോഡ് അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കുന്നാ പറഞ്ഞേക്കുന്നത്. പപ്പയ്ക്ക് ലോഡ് ഇറക്കി കൊടുക്കാൻ തന്നെ ഈ കോർണറിലാ കൊണ്ട് ലാൻഡ് ചെയ്തെന്ന് പറയായിരുന്നു ജോണിക്കുട്ടി. ഇവിടെയാ ലാൻഡ് ചെയ്യേണ്ടതെന്ന് പറയായിരുന്നു. ഇവിടെ പൊരട്ടെ ആ പൊരട്ടെ. ഒയ്യോ, വാട്ടർ പ്രൂഫ് ഐസ് ഗ്രിപ്പ് ഉള്ള ഗ്ലൗസ് ആയതുകൊണ്ട് ഈസിയാ. സാറ്റിസ്ഫാക്ഷൻ ഫീൽ അല്ലേ? എസ്മാർ എനിക്ക് വെയിറ്റ് ചെയ്യാൻ കേൾപ്പിക്കട്ടെ. കുറച്ച് മണ്ണെടുത്തോട്ടെ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വെക്കേണ്ടത് പറഞ്ഞുതരാം. അങ്ങനെയല്ല ഇത് ഉള്ളിലേക്ക്, ഈ സാധനം ഉള്ളിലേക്ക് എന്നിട്ട് വെക്കാം. വയ്ക്കേ ആ സൗണ്ട് അല്ലേ? ഇത്രയില്ലേ? അത്രേ ചെസ്റ്റ് ലെവലായിട്ടുണ്ട്. കൊച്ചു മടുത്താ? അതേ ടി വി കാണാനുള്ള ടി വി വെക്കരുത് കേട്ടോ, നമ്മൾ പറഞ്ഞേക്കുന്ന പോലെയാണ്. നാളെ ഇവിടെ റെഡ് ഡേ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നൊരു മൂവി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മൂവി കാണുക എന്ന് പറയുമ്പോഴേക്കും ജസ്റ്റ് നേരം പോക്കുന്നുള്ള പോലെ അങ്ങനെ മാത്രമല്ല കേട്ടോ, നല്ല മൂവി സെലക്ട് ചെയ്തതും പിള്ളേർക്ക് കാണാൻ പറ്റുന്നതും അവർക്ക് എന്തെങ്കിലും ഒരു മോറൽ സംഭവം. അപ്പോൾ അതെ, ഇപ്പം നമ്മളാണേലും മൂവി കാണുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൂടെ ഇവർക്ക് കാണുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ അത് ഇത് കിട്ടും എന്ന് ഉറപ്പുള്ള ടൈപ്പ് മൂവീസ് ചൂസ് ചെയ്യാനാണ് നമുക്കിഷ്ടം. അപ്പം നമ്മളും ഒരുമിച്ചിരുന്ന് കാണും, പിള്ളേരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂടുതലിരുന്ന് കാണും അല്ലേ? അപ്പം നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നല്ല നല്ല മൂവീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് അങ്ങനെയുള്ളൂ. എല്ലാ ആഴ്ചയിലും പോസിബിൾ ആയിരിക്കണമെന്നില്ല, നമ്മുടെ ഡ്യൂട്ടിയും ഷിഫ്റ്റൊക്കെ വെച്ച് അല്ലേ ചെയ്യാ അങ്ങനെ. പക്ഷേ ഈ ഷോർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു വെറുതെ ടൈം കളയുവാണ്. പിന്നെ അവർ കൂടുതൽ ഹൈപ്പർ ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഡാർമാൻ ഡ്രാമ, ഒരുപാട് മോറൽ വാല്യൂസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഡർമാൻ? എല്ലാം പഠിക്കാറുണ്ട് ജോണിക്കുട്ടി. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കണം, പിള്ളേർ ലാംഗ്വേജ് പഠിക്കണം, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മോറൽ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണേ അല്ലാണ്ട് അവർക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്.
എന്തോ ഇവിടെ കുറച്ച് സ്നോ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം -20 -18 ആയിരുന്നെങ്കിൽ പോലും സ്നോ ആദ്യമേ വീണതുള്ളേ. അപ്പോൾ ഈ പ്രദേശത്ത് എല്ലാ സ്നോയും എടുത്ത് ഈ ചാന്ത് പോലെ കൂട്ടും. ഇപ്പൊ തികഞ്ഞിട്ട് പുറത്തുനിന്ന് ചോന്നുകൊണ്ട് വരിക. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ മണലടിക്കുന്ന പോലെ കെട്ടിടം പണിക്ക്. ഇതിപ്പോ പിള്ളേർക്ക് വേണ്ടി തുടങ്ങിയിട്ട് അവസരം നമ്മളെ എൻജോയ് ചെയ്യണേന്ന് തോന്നണേ. എനിക്കറിയാം ഇത് തീ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല സെറ്റപ്പ് ആയിട്ട് നല്ല കിട്ടുന്ന സാധനം ഗ്രില്ല് ചെയ്യണം അല്ലേ. ഒരു സീറ്റ് കൂടെ സെറ്റ് ആക്കണ്ട അതിൻ്റെ ഉള്ളില് ഇരുന്ന് മറ്റേ കനലൊക്കെ ഊതി കൊടുക്കാനായിട്ട് നിന്നൂതുണ്ടല്ലോ. ഇത് കുറേ നാൾ പ്ലസ് ആയാലും കുറേ നാളെടുക്കും മെൽറ്റായി തീരാനാണ്. അത്രയും കട്ടിയല്ലോ. അതെ, അതിന്റെ അകം ഫ്രീസായി നല്ല രസമുണ്ടല്ലേ. നമ്മൾ 7 ദിവസം എടുത്തു 3 കിലോയും 4 കിലോയും ഒക്കെ ഉള്ള ഈ ബലൂണിനകത്ത് വെള്ളം ഫ്രോസൺ ആകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് എല്ലാ ദിവസവും 14, 15, 17, 19, 21 വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷെ ഇന്നത്തെ 10, 14 കണ്ട് ഇപ്പം അല്ലേ. അതെ, നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഫിൻലൻഡിൽ നമ്മൾ സൗന ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഔട്ട് സൈഡ് നമ്മൾ അല്ലേ ചെയ്യാ. അതിൻ്റെ പേരെന്നായിരുന്നു? അതായത് ജഗൂസി എന്ന് പറയുമ്പോൾ മോഡേൺ ജഗൂസി അല്ല, ഭയങ്കര ഓൾഡ് ട്രഡീഷണൽ ടൈപ്പിലുള്ള ഒരു സാധനമാണ്. അപ്പം അതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ സ്നോയൊക്കെ വീഴുമ്പം പുറത്ത് ഔട്ട് സൈഡ് നല്ല സൗന ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കണം. ഭയങ്കര രസമല്ലേ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഈ സൈഡിലൊരു ഗേറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ നീളത്തിൽ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചും അതിലേക്ക് കയറി കളിച്ച് ഓൾറെഡി അത് ഇച്ചിരി ആടി നിൽക്കുമായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ കയറിയതാ, അതങ്ങ് ഇടിഞ്ഞു പോന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ നെയ്ബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം ഈ വേലി അപ്പുറത്തുകാരുമായിട്ട് ഷെയർ ഇട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പം അതുപോലെ ഈ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വേണം, പക്ഷേ അവരതിൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ സാധാരണ ഫോറിനേഴ്സ് അടുത്തുണ്ടെങ്കിൽ ആരും ചോദിക്കാൻ പറയുകയും ചെയ്യണ്ട, അവർ തന്നെ മുൻകൈ ഇട്ട് വേലി കെട്ടേണ്ടതല്ലേ ചായ. അവർക്ക് അങ്ങനെ വേലി കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടൊരു വേലി കെട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ആ പറഞ്ഞ സംഭവം ഇവിടെ കോർണറിൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് അങ്ങനെ ഒരു നല്ല സെറ്റാക്കി എടുക്കാമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തോ വെള്ളം ഇടും, സ്നോ ഇടും, എന്നിട്ട് ഇവിടെ ഒരു ബോൾ ഉണ്ട്, അത് ഞാൻ സ്മഷ് ചെയ്ത് അവിടെ ഇടും. ഓഹോ, കാണട്ടെ ജോണിക്കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയായിരുന്നു. അത് അതിൽ തന്നെ ഐസായി. നല്ല പോ എടാ ഭയങ്കര എനിക്ക് മനസ്സിലായി. ഇവിടെ വാ, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുവേ. ഞാൻ പക്ഷെ ഇടയ്ക്ക് വന്ന് നോക്കൂട്ടോ. ചെക്ക് എനിക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാടം കെട്ടി കളിക്കുന്ന സെറ്റപ്പ് അല്ലേ ചെയ്യാ. പക്ഷെ ഇത് ഞാൻ എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ. ഇപ്പൊ ഞാൻ കൊച്ചിനെ നോക്കിയൊക്കെയുള്ള വെക്കേഷൻ ആണല്ലോ, പെറ്റൻറ്റി ലീവിലാണല്ലോ. കുഞ്ഞു പിള്ളേരുള്ളവരുണ്ടല്ലോ, എന്ത് കുഞ്ഞു കാര്യം ചെയ്താലും അതിനൊരു ഇതുണ്ട് ചെയ്യാ. അതുകൊണ്ട് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തേലൊക്കെ പണി ചെയ്തുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. നല്ല ഹൈറ്റ് ആയല്ലേ. ഒത്തിരി ഹൈറ്റ് ആയ തീ കത്താതിരിക്കോ? അകത്തേക്ക് കാറ്റ് കയറി ഓക്കെ. എന്തോ ഓക്കെ, ഞാൻ ഇച്ചിരി വലുതാക്കണം വിചാരിച്ചു. ഞാൻ പിന്നെ ബലൂൺ തികഞ്ഞില്ലെങ്കിലൊന്ന് ഓർക്കട്ടെ. പൊട്ടിപ്പോകുന്നതും ഉണ്ടായിരുന്നല്ലോ. എന്നെ ജോൺകുട്ടി ഭയങ്കര ജോണിക്കുട്ടി, നീ ഇങ്ങനെ നമ്പർ അടിച്ച് നീ നൈസായിട്ട് ആദ്യം കയറിപ്പോയല്ലോ. എന്നെ പരിപാടി അവിടെ എന്നെ പരിപാടി ടി വി നോക്കിക്കൊണ്ടിരിക്കില്ല. നമുക്ക് രാത്രി സിനിമ കാണാം. പല്ലൊക്കെ പറയാറായിരുന്നു തോന്നുന്നു. അത് പിന്നെ പറയാം. ജോൺകുട്ടി പുറത്ത് ലൈറ്റ് ഇടാടാ. യെസ് ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയത് റോട്ടിലൊന്നും ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന സ്നോ വരാൻ പോവുകയാണ്. ഈ സംഭവത്തിലൊക്കെയാണ് പിള്ളേരുടെ ഇതൊക്കെ പൊടി തട്ടി പുറത്തേക്ക് ഇറക്കി. കണ്ടോ, സ്നോ റോട്ടിലുള്ള സ്നോ ഒന്നും കളയുന്നില്ല.
അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് സുഹൃത്തുക്കളെ. പക്ഷെ എന്ത് രസമല്ലേ ആകാശം, ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിറച്ച് സ്നോയും തെളിഞ്ഞ ആകാശമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഭയങ്കര അല്ലേ, അന്നേരം വൈവ് മൊത്തത്തിലങ്ങ് വേറെയാണ്. നല്ല നല്ല -17 ആണോ ചെയ്യപ്പോൾ നല്ല ഐസായിട്ടിരിക്കണുണ്ടോ. നമ്മുടെ ആപ്പിൾ മരം ഇലയൊക്കെ പോയി ഇങ്ങനെ നിപ്പുണ്ട്. മുയൽകുട്ടന്മാർ കടിക്കാതിരിക്കാൻ വേണ്ടി വേണ്ട നെറ്റും ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കൊണ്ടുവന്ന സ്നോ എന്തി ഇത്രയുള്ളോ? ആ ഓക്കെ, ഇത്ര പെട്ടെന്ന് കുഴച്ചോ? അതായത് ഒത്തിരി കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഐസായി പോയിരിക്കും അല്ലേ. കൈ ഇതാൻ തുടങ്ങി. അയ്യോ, എൻ്റെ കൈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, പാടാ. എൻ്റെ ഗ്ലൗസിലത് പിടിച്ചിട്ടുണ്ടല്ലോ കൈ പൊള്ളാൻ തുടങ്ങി. എന്നല്ല ഐസിനകത്തൊക്കെ കൈ പൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും നമ്മൾ ഐസ് എക്സ്പീരിയൻസ് ചെയ്യണ മുന്നേ മനസ്സിലാവില്ലായിരുന്നു. മറ്റേ എന്താ രസം. പൊട്ടിപ്പോയത് നമ്മൾ യൂസ് ചെയ്യും ഇങ്ങനെ, അന്നേരം അതിന് ഭംഗി പോയി. അല്ല അത് തിരിച്ചു വെച്ചേക്കണേ, കാണത്തില്ലോ. ആ അത് ഭംഗിയല്ലേ ചെയ്യാം. മുഴുവനുള്ളേക്ക് സ്നോ ചെയ്യും. വേണ്ടെന്ന് എന്തിനാ ഇത്രയും മുഴുവൻ ബലൂണുകൾ കിടക്കുമല്ലേ. ലെവലാക്കണ്ടേ, ഒരേ ലെവലിൽ എത്തണ്ടേ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒറ്റ ദിവസം പരിപാടിയില്ലേ. അതെ, ഫയർ പ്ലേസ് റെഡിയായി. വെറൈറ്റി മുന്തിരി ഫയർ പ്ലേസ്. മുന്തിരി കൊലകൾ അല്ലേ. ഇപ്പം ഇരുട്ടാണേന്റെ ആ ഒരു ഇത് എന്താണ് കുറഞ്ഞ് അതെ അതെ. ഇനി ഡേ വെളിച്ചം കൂടി വരുന്നു, ഇരുട്ടിന്റെ ദൈർഘ്യം പയ്യെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഡേ ലൈറ്റ് ഇച്ചിരി കൂടുതലുണ്ടാവും. തണുപ്പായിരിക്കും, സ്നോ ആയിരിക്കും എന്ന് മാത്രം. പക്ഷെ നമ്മൾ നവംബറിലും ഡിസംബറിലും ഒന്നും എക്സ്പീരിയൻസ് ചെയ്ത പോലെ ഭയങ്കര ഇരുട്ടൊന്നും ആയിരിക്കില്ല ഇനി അല്ലേ. ഈ നവംബർ ഡിസംബർ സ്നോ ഇല്ലെങ്കിൽ ഡിസംബർ കൂടെ അതിജീവിക്കാനാണ് ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു സമയം. വിൻ്ററിൽ നമ്മൾ എന്തെല്ലാം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രൊട്ടക്ഷൻ എടുക്കാതെ അല്ലേ ഏതെല്ലാം രീതിയിലായിരിക്കും പിന്നെ അസുഖങ്ങൾ വരണതൊന്നും അറിയില്ല കേട്ടോ. തണുപ്പ് നിസ്സാരക്കാരിയൊന്നുമല്ല. തണുപ്പിനെതിരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം ഷേപ്പായി അല്ലേ. ഓക്കെ, ഇനി ഇത് കയറ്റി വെച്ച് നോക്കിയാലോ. മറ്റേ നമ്മുടെ ഗ്രിൽ സാധനം കയറ്റി വെച്ച് നോക്കിയാലോ. പക്ഷെ വാതിലിന്റെ ഇവിടെ ഒരു കുറച്ചുകൂടെ ഇത് വേണമായിരുന്നു ചെയ്യാൻ. വാതിലേ അതല്ല, വാതിലിന് സ്പേസ് ഇച്ചിരി കയറുമോ അത്? ആ ശരിയാണല്ലോ, ട്വിസ്റ്റ് ചെയ്ത് കയറ്റിയാൽ മതിയല്ലോ അല്ലേ. പയ്യെ ട്വിസ്റ്റ് ചെയ്ത് കയറ്റിയാൽ മതി. ഇനി ഇടത്തോട്ട് തിരികെ യെസ്. അണ്ണാങ്കുഞ്ഞിനും പറങ്കേറ്റം പഠിപ്പിക്കണോ അല്ലേ. അതിലിപ്പോ ചെയ്യാൻ പറയാൻ വന്നേ, അതിലിപ്പോ പറയാൻ വന്നേ. അതായത് ഒരാള് ഇങ്ങനെ കിടന്നു കഴിയുമ്പോ കാറ്റ് പിടിക്കില്ല. ഇനി ഒന്ന് കാണണം എങ്ങനെയാ നമ്മളെ കാറ്റ് ഔട്ട് സൈഡ് ഗ്രില്ലിങ്ങിന് നമ്മൾ എപ്പോ ചെയ്യുമ്പോഴും ഇതാണ്. അതായത് കുറച്ച് സ്നോയും കൂടെ വരുമ്പോഴേ ഫുള്ള് വെള്ളയായിട്ട് ഇങ്ങനെ മുന്തിരി പോലെ അല്ലേ, നല്ല രസമായിരിക്കേ. വെള്ളമുന്തിരി എന്ന് പറയും, വെള്ളമുന്തിരി. ഇതിപ്പം പിള്ളേരെ കൂട്ടി തുടങ്ങിയിട്ട് വീഡിയോയ്ക്കകത്ത് പിള്ളേരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ ഇപ്പം അകത്ത് ഞാനാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. ഇവർ തുടങ്ങിയ സമയത്ത് ഇവരായിരുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് എൻ്റെ അപ്പനും അമ്മയാണ് ഈ സംഭവം എൻജോയ് ചെയ്തേക്കുന്നത്. ജോൺകുട്ടി ഇച്ചിരി ആരും ഉണ്ടായിരുന്നു, പിന്നെ അവനും കയറിപ്പോയി. ഇനി എന്നാ പരിപാടി? ഇനി ഞാൻ ഒരു സെറ്റപ്പ് ആക്കണം. ഇനി ഞാൻ കൂട്ടി നിൽക്കണോ? അത് തീർപ്പോയാലോ? പണിത് വന്നപ്പം ഒരു ഇഗ്ലു ഉണ്ടാക്കിയാൽ കൊള്ളത് ആഗ്രഹം സാധിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഇന്നൊരു ദിവസം തുടങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് ഇത്രയും ഷേപ്പായി. നമ്മൾ കയറി വരുന്ന വഴി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഹൈറ്റായി.
ഇനി നമ്മളിതിൻ്റെ റൂഫാണ് ചെയ്യേണ്ടത്. റൂഫ് ചെയ്ത് പരിചയമില്ല, പക്ഷെ ട്രൈ ചെയ്യാം. സക്സസ് ആവുമെന്ന് ഉറപ്പൊന്നുമില്ല. 3 മണിക്കൂർ കൊണ്ട് നോക്കിയേ മൊത്തം ഫ്രോസണായി. -15 ആണ്. നോക്കിയേ തലയൊക്കെ നോക്കിയേ. ഒന്നും വരിയിട്ടല്ല, ഇതായതല്ലേ നോക്കിയേ. അത്ര സംവിധാനമായി. പുറത്തെ പണി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടാ പൊതിച്ചു കൂടി കിടക്കും അല്ലേ? ചെറിയ ജലദോഷമുണ്ട്, മാറിയില്ല ഇതുവരെ. രാവിലെ നമ്മൾ വീണ്ടും അംഗം തുടങ്ങി. ബലൂണിന്റെ അകത്ത് ഇനി അത്രയും ബലൂണാ ഇപ്പൊ ഈ സൈഡിൽ മുഴുവൻ തീർത്തല്ലേ? അപ്പൊ ഇനി ബാക്കി തികയാത്തത് ഇതിന്റെ അകത്താക്കിയില്ലേ? അതെ, ചാറ്റ് ജിപിടി ചതിച്ചു ഗൈസ്. 500 അതിനുശേഷം ഞാൻ 200 ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ബലൂൺ ഫുള്ള് കവർ ചെയ്യാതെ ഇനിയിപ്പോ പിന്നെ മെനക്കെട്ടണം. ആ പുറകിൽ എന്നാ സംഭവം നടക്കുന്നേ? ഇവിടെ എന്താണ് സംഭവം? ചക്കി മാറിയപ്പ എന്നെ വിട്ടേ, അവന് വിട്ടേടി, അവന് വിടടി. ഓ വലി എടാ, ക്ഷമ എന്നാന്ന് പഠിക്കടാ, പേഷ്യൻസ് പഠിക്കടാ. ഓക്കെ മാറിക്ക്, മമ്മ വലിക്കടാ. ഓ മൈ ഗോഡ്. ഓക്കെ, ജാത്തിയാലുള്ള തൂത്താ പോലും അത് കേട്ടിട്ടുണ്ടോ എന്നോട്? ഓ മൈ ഗോഡ് കുറയ്ക്കാൻ. അയ്യോ, പറഞ്ഞു വീഴാൻ പോവാടാ. ഇവിടെ എന്തായി പരിപാടി? വാളും കത്രിയൊക്കെ വെച്ചാണ് ചോദിക്കുട്ടി, ആയുധങ്ങൾ വെച്ചുള്ള കളിയാണല്ലോ. അതെ, നമ്മൾ വൈകിട്ടൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ പുറത്തൊക്കെ ഈ സംഭവം കൊണ്ട് പുറത്തേക്കൂടെ ഉള്ള കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരുട്ടായിരുന്നു കേട്ടോ അല്ലേ? അപ്പോൾ വീഡിയോയ്ക്ക് അത്രയും ഒരു ക്ലാരിറ്റി ഒക്കെ കുറവായിരുന്നു. അപ്പോൾ അതായത് നെക്സ്റ്റ് ഡേ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് ഒത്തു കിട്ടിയിട്ടുണ്ട്. ഫീൽസ് ലൈക്ക് -24 ഒക്കെയാണ്. അപ്പോൾ പണി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. നമ്മളങ്ങനെ എന്താണ് മറ്റേ ഗ്രില്ല് ചെയ്യണേന് നമ്മളിപ്പോൾ റൂഫാക്കിയത് വീടാക്കാൻ തീരുമാനിച്ചു. ഇഗ്ലൂ ആക്കാൻ പോവാ അല്ലേ? ഇഗ്ലൂ എന്ന് പറയാൻ പറ്റുമോ ചായ? ഇഗ്ലൂ എന്നൊക്കെ പറയാൻ പറ്റുമോ? ബലൂൺ ഇഗ്ലൂ എന്ന് പറയാൻ പറ്റുമോ? ആ, വീടിന് പേരിടലൊക്കെ നടത്താൻ പോവാന്ന് പറഞ്ഞേ. നമ്മളുണ്ടാക്കണേന് നമ്മളൊരു പേരിടുന്നു. ആ അതെ അതെ അതെ. പിന്നെ നമ്മളിങ്ങനെ വലിയ റാ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പൊത്ത് പോലെയാക്കി അതിനകത്തോടെ പിള്ളേർ ഊർന്ന് കളിക്കുന്ന പരിപാടിയായിരുന്നു. ഇവിടെ എന്നാ സംഭവം? ആള് മാറിയോ? അങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. ഓ എങ്ങനെയുണ്ട്? ഓ യശക്കുട്ടിയൊക്കെ പൊളിക്കുവാണ്. ഇപ്പൊ 2ാമത്തെ ദിവസമാണോ സക്സസ്ഫുള്ളി? അയ്യോടാ കുഞ്ഞുവാവ, നീയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇതുപോലെ തണുത്തുറഞ്ഞ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ വേണം കണ്ടുപിടിക്കാൻ. എവിടെയാണെങ്കിലും നമ്മുടെ സന്തോഷം നമ്മൾ വേണം കണ്ടുപിടിക്കാൻ എന്നാണ്. ആ ഓക്കെ, 3, 2 ജോൺകുട്ടി വാ. 3, 2, 1 ഗോ. ജോൺകുട്ടിയുടെ സന്തോഷം ജോൺകുട്ടി കണ്ടുപിടിച്ചു. തീരുമാനമായോടാ? അടുത്തത് ചക്കി. ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ തണുക്കുന്നുണ്ടോടാ? അവന്റെ കുഞ്ഞിക്കാല് തണുക്കും. അവന്റെ കാല് മൂടി വെച്ചാലോ? നല്ല ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് മൂടി കൊച്ചു വെച്ചോ. എന്റെ പൊന്നോ, മൂക്കൊക്കെ ഇച്ചിരി തണുത്തിരിക്കണ്ട്. ഇവിടെ സ്നോ കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളതിന്റെ പാത്തി ഇതിൻ്റെ അകത്ത് കുറച്ച് കൊണ്ട് കോരി ഇട്ടായിരുന്നു. വാവ്, സൂപ്പർ. ആപ്പിളിന്റെ തൊലി തിന്നാൻ പോയോ? അയ്യോ, അത് ആപ്പിൾ മരത്തെ പോയിടിക്കല്ലേ. നമുക്ക് ചെറിയൊരു പാളിച്ചിട്ട് നമ്മൾ വഴിയിലായി പോയി ആപ്പിൾ മരം. ചക്കിക്ക് ഊർന്നി ആടണം, മാളുവിന് വലിക്കണം. പോട്ടെ, 1, 2, 3 ഗോ. കാല് പൊക്കി വയ്ക്കേ. അടിയിലിങ്ങനെ വെക്കാതെ ഊർന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പുറത്തിടുന്ന പാൻസ് ഉണ്ടല്ലോ, അത് കീറും പാറയിൽ ഉറഞ്ഞ്. ഇവര് പോകുമ്പോ ഇതിന്റെ മുന്നിലൂടെ പോലെ കേട്ടോ ചോൺകുട്ടി. ആ പോരട്ടെ പോരട്ടെ. ആ
പോരട്ടെ പോരട്ടെ. ആ വാ. ഓക്കെ. എവിടം വരെയായി? ബലൂൺ തീർന്നു പോയതുകൊണ്ട് ഇനി ബലൂൺ വെച്ച് വളയിൽ നടക്കില്ല. ചെറുതായിട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവരായിരുന്നു. ഒരാഴ്ച വെള്ളം നിറച്ച് വെക്കാം. എന്നാ എന്താ കംപ്ലീഷൻ ആവത്തുള്ളൂ. ആണോ? അത് ഇത് വെച്ചപ്പോ മറക്കുന്നേ. ഇനിയിപ്പം കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞ് ഇത് മാറി പ്ലസ് ആവൂ ചെയ്യാ. ആണോ? ഇപ്പൊ പൂർത്തിയാകാതെ മോഹം അലിഞ്ഞൊലിച്ചു പോകുന്ന കണ്ടിച്ചാൽ സഹിക്കാൻ പറ്റുമോ? പ്ലസ് വെതർ ആയി കഴിയുമ്പോ. ആണോ? പിള്ളേർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവര് ഇതിന്റെ ഒരു പകുതി, അവർക്ക് ആ ഒരു തുടക്കത്തിലെ ഉത്സാഹം ഉണ്ടായിരുന്നുള്ളൂ. അതെ, അവര് കുറച്ച് കഴിയുമ്പോഴേക്കും അവരടുത്ത പരിപാടി കണ്ട ആ പുറകെ അങ്ങ് പറന്നടിച്ചു പോയി. ഇതൊന്നും കംപ്ലീറ്റ് ആകാൻ വേണ്ടിട്ട് ഇപ്പൊ അവരെക്കാളും ഉത്സാഹം എന്താ? കുറെ ദിവസം പോയി ഇത് ഫ്രോസൺ ആയിട്ടുള്ള ബലൂൺ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. അതെ. നല്ല സ്നോ ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം പിന്നീട് കാര്യം ചെയ്യാം, ഫുഡ് കളർ സ്പ്രേ ചെയ്യാം. ഇത് പോളിഷ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് തുറക്കി ഇത് ഷേപ്പ് ആക്കാൻ വേണ്ടിട്ട് വീണ്ടും ഗ്രാഫിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ഒരെണ്ണെടുത്ത് യെല്ലോ, ഒരെണ്ണെടുത്ത് ബ്ലൂ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് വയ്യ. എന്നെ പറ്റി അവന് തണുക്കാൻ തുടങ്ങിയപ്പാ നീ കൊണ്ടാ അകത്തോണ്ട. ഇനിയിപ്പോ അവന് ഉറങ്ങേണ്ട ടൈമായി കാണും. യേശുക്കുട്ടി, നമുക്ക് ഉറങ്ങാൻ പോവാം. കാല് തണുക്കാൻ തുടങ്ങി മോനെ. മതിയിപ്പോൾ ഇനി അധികം നേരെ നമ്മൾ കുഞ്ഞു ബേബിമാരെ കൊണ്ട് ഇങ്ങനെ ഒത്തിരി നേരം നമ്മൾ പുറത്ത് നിൽക്കുകയല്ല കേട്ടോ. പ്രത്യേകിച്ച് ഒരു -15 താഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കളിച്ചിട്ട് ഫ്രഷ് എയർ കൊണ്ടിട്ട് നമ്മൾ നേരെ അകത്ത് പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൈയുടെ അറ്റവും കാലിൻ്റെ അറ്റവും തണുത്ത് ഫ്രീസായി ബ്ലൂയിഷ് കളറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയ പോലുമില്ല. ഇവർ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ഞെളുങ്ങി കരയുമൊക്കെ ഉള്ളൂ. ഇച്ചിരി എന്താ പറയുക, നന്നായിട്ട് ടോളറേറ്റ് ചെയ്യണ പിള്ളേരൊക്കെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ഒത്തിരി തണുപ്പിൽ പുറത്തേക്ക് അല്ലേ ഓർക്കുന്ന ചെയ്യാം. ആളുകളെ കൊണ്ട് പണ്ട് നമ്മൾ പോയേ -10 കുഞ്ഞു പിള്ളേര് കാല് നനക്കുന്നില്ലല്ലോ. അവര് വിരലൊന്നും നനക്കാതെ അങ്ങനെ ചുമ്മാ ഇരിക്കുമല്ലേ ഇതിനകത്ത്. അപ്പം കൂടുതലായിരിക്കും, തണുപ്പ് കൂടുതലായിരിക്കും അവർക്ക്. പുകയുന്ന അല്ലേ. മാളും തന്നെ ഇപ്പം മാവത്തേക്ക് കേട്ടിട്ടവനെ അന്ന് കൊച്ചകത്ത് കയറിക്കും. അവനെ കൊണ്ട് ഇച്ചിരി തരാം. ഉറങ്ങുമെന്ന് നോക്കിയാൽ അവൻ ഉറങ്ങുമെങ്കിൽ അവനെ ഉറക്കാം നമുക്ക്. എന്തോ ആ പിന്നെ അത് കിട്ടുമോ? സോസേജ് വാങ്ങപ്പെട്ടെ പിള്ളേരല്ലേ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മനസ്സിലുണ്ടേ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ചിക്കൻ പൊക്കോ പോയി ഒരു 200 ബലൂൺ മനസ്സിലാവും. അപ്പോൾ ഇന്ന് വെള്ളം നിറച്ച് വയ്ക്കാം. എനിക്ക് അടുത്ത ദിവസം ഡ്യൂട്ടി ഉണ്ട്. എൻ്റെ പണികൾ, ബാക്കിയുള്ള സ്വന്തം പണികൾ പെൻഡിങ് കിടക്കുവാണ്. ഇഷ്ടം പോലെ എനിക്ക് ബാക്കി കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അകത്തോട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കണം. ഈ പണിയെല്ലാം കഴിഞ്ഞ് വയറ് കാഞ്ഞ് കയറി വരുമ്പോൾ അത് ഉണ്ടാക്കാൻ ആരെങ്കിലും അകത്തുണ്ടോ? ഇല്ലല്ലോ. 200 ബലൂൺ വേണം. 200 ബലൂൺ. മറ്റേ സാധനം മേടിച്ച് വെച്ചാൽ എന്തിനാ ചെയ്യാ? അത് ചെയ്തുകൂടെ? അല്ല, അതിന്റെ നമ്മൾ ബലൂണിന്റെ ഡൂം ചെയ്താലാണ് ശരിക്കും ഭംഗിയുള്ളൂ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ പൈസക്ക് ഒരു വിലയില്ലെന്നേ? അതിവിടെ കവർ ചെയ്യാം. പൈസക്ക് വിലയുണ്ട്. പിന്നെ അപ്പൊ അത് വേസ്റ്റ് ആയി പോകത്തില്ലേ? 8 ബലൂണിന് €3 €3.5 വില. നമ്മൾ 500 ബലൂൺ വാങ്ങിച്ചായിരുന്നു. പിന്നെ അത് എന്തായാലും ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി വേണ്ടേ? അതിന് ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് ഫുൾ ഇങ്ങനെ റൗണ്ട് പോലെ വരുന്നതല്ല. ഇനി അതിന്റെ മേളിൽ ഇതാ വെച്ചേക്കണ സംഭവല്ലേ, ഈ സംഭവം എടുത്തിട്ട് നല്ല വട്ടത്തെ ഒട്ടിക്കുന്ന തന്നെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതപ്പോൾ അത് മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിസൈഡ് ചെയ്യണമായിരുന്നു. ഇപ്പൊ മേടിച്ച സ്ഥിതിക്ക് നമ്മൾ ആ ഡിസിഷനിൽ കുറച്ച് നിൽക്കണം. അതെനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ കവർ ചെയ്യണല്ലോ. ഇവിടെ കവർ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാം. പപ്പ അല്ലേ ജോലി ചെയ്യാ. കാപ്പി ഇടുന്ന എങ്ങനെയാണെന്നറിയോ മാളു? എങ്ങനെയാ? ചൂടുവെള്ളം ഇടും, കാപ്പി പൗഡർ ഇടും, അന്ന് ഷുഗർ ഇടും. അത്രേ ഉള്ളു കാപ്പി. കാപ്പി നല്ല മൈനസിൽ ആവിയായി പോകുന്നുണ്ടോ? നല്ല മൈനസിൽ ആവിയായി പോകുന്നുണ്ടോ? ഓൾറെഡി എന്നെക്കാളും പൊക്കം കഴിഞ്ഞു. ഇനി ജസ്റ്റ് നിന്റെ റൂഫ് മാത്രം ചെയ്താൽ മതി.
ചില ബലൂൺസ് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിയിരിക്കുന്നുണ്ട് പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി അങ്ങനെ തീർന്നു. 1 2 3 4 5 6 7 8 9 10 11 12 നേരം ബലൂൺസായി. 3 മണിക്കൂർ കൊണ്ട് ഗ്ലൗസ് മൊത്തം ഐസായി ഉണ്ടോ. തൊപ്പി ഇതായി. ഫിൻലൻഡിൽ വന്നിട്ട് എത്ര വർഷം അയച്ചാ? 17 വർഷം. നമ്മള് പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറിയതാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് കയറിയപ്പോൾ കറണ്ട് പോയി. എത്ര നേരമായി കറണ്ട് പോയിട്ട് ഇപ്പോൾ? 30 മിനിറ്റ്സ് കഴിഞ്ഞില്ല. ഇപ്പം പോയിട്ട് 1 അവർ കഴിഞ്ഞു. 1 അവറും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും കറണ്ട് വന്നിട്ടില്ല. ഞങ്ങൾ സർവൈവൽ മോഡില്ല. ഞാനും ചക്കി ചോം കൂടി ഒരു ഫോൺ ഉണ്ടാക്കി. ഇതാ ഞങ്ങൾ എമർജൻസി കാര്യങ്ങളെല്ലാം. ഞങ്ങൾ രണ്ടുപേരും ഫോൺ ചാർജ് ഇട്ടാൻ വന്നുപോയി. സോ ഇനി ഭയങ്കര കെയർഫുൾ ആവണം. അപ്പൊ ആദ്യമായിട്ടല്ലേ ഫിൻലൻഡില് മറ്റേ കറണ്ട് പോയിട്ട് ഇത്രയും ലേറ്റ് ആകുന്നേ. അതായത് പണ്ട് ഒരു പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു എത്ര മിനിറ്റാ, ഒരു 10 സെക്കൻഡോ എന്തോ പോയിട്ടുണ്ടായിരുന്നു. അതെ, പ്രകാശ മനുഷ്യൻ. 7 വർഷത്തിനിടയ്ക്ക് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ട്. അതൊരു 5 സെക്കൻഡാണ് പോയേക്കുന്നത്. അതിനുശേഷം ഇതുവരെ പോയിട്ടില്ല. ഇതിപ്പോ ഒന്ന് -24 ടെമ്പറേച്ചറേ. ഇപ്പൊ കറണ്ട് പോയേക്കുവാണ്. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞില്ലേ. നമ്മൾ തീ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു 3 മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞാൽ കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് എല്ലാം ഫ്രോസൺ ആവും. ഫ്രോസൺ ആയി കഴിഞ്ഞാൽ അതെല്ലാം കംപ്ലൈന്റ് ആവും, പൊട്ടിപ്പോകും. പണ്ട് നമ്മളൊരു 10 വർഷം മുമ്പ് നമ്മൾ വീട് വാങ്ങിച്ചതിന് ശേഷം ഒരു വിന്ററിൽ നമുക്ക് വാട്ടർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഒത്തിരി നഷ്ടം വന്നതാണ്. നമ്മൾ നാട്ടിൽ പോയപ്പം മെയിൻ മെഷീൻ അങ്ങ് ഓഫ് ചെയ്തിട്ടിട്ട് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഓൺ ചെയ്തപ്പോഴേക്കും പൈപ്പ് എല്ലാം ഇതായിട്ടിരിക്കുകയാണല്ലോ. അതായത് പൈപ്പ് വാട്ടർ ഇങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കണല്ല, സാധനം വെള്ളം തുറന്നു വിട്ടിട്ട് പോടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും ചെയ്തില്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഫിൻലൻഡിൽ നമ്മുടെ ഏരിയയിൽ 18 വീടും പിന്നെ തൊട്ടടുത്ത് വേറെ സ്ട്രീറ്റ് ഉണ്ട്, അവിടെ 150 വീട്ടിലുമാണ് ഇങ്ങനെ പോയേക്കുന്നത്. അപ്പൊ അവര് പ്രശ്നം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് മാക്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെസ്സേജ് വന്നു കേട്ടോ ഫോണില്. പക്ഷെ ഇപ്പൊ 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായില്ലേ? അതായത് 3:22 പോയി, ഇപ്പൊ 4:30 അത്രയില്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളൊക്കെ പിന്നെ ഈ പെട്ടെന്ന് പൈപ്പ് ഫ്രോസൺ ആകാണ്ടിരിക്കാൻ വേണ്ടി തണുത്ത വെള്ളം എല്ലാ പൈപ്സിനകത്തുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടേക്കുണ്ട്, ഡ്രോപ്പ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ടോയ്ലറ്റിലും എല്ലായിടത്തും അപ്പൊ സംഭവം ഐസ് ആവത്തില്ല. യശക്കുട്ടി ഇപ്പൊ തീ വെച്ച് ഒന്ന് വിടാവോ എന്നതാണ്. ഇപ്പൊ തീ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ യശക്കുട്ടി അങ്ങ് ഭയങ്കര ത്രില്ലടിച്ച് നടക്കുക. ഇവിടെ എന്നാ സംഭവം, ഇപ്പൊ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ക്യാൻഡിൽ കത്തിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇത് കൂടും എന്നൊക്കെ കേട്ടതുകൊണ്ട് നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. പക്ഷെ ഫയർ പ്ലേസിൽ ചിമ്മിനി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല തീ കത്തിക്കുന്നത്. അപ്പം നമ്മൾ വീടിന്റെ അകം വാമായിട്ടിരിക്കും. ഇവിടെ എന്നാ സംഭവം, മാക്സിമം സേഫ് ആവാൻ നോക്കണോ? എന്തൊക്കെയാണ് സേഫ് ആവാൻ വേണ്ടി ചെയ്തു വെച്ചേക്കുന്നത്? അങ്ങോട്ട് നോക്കുക. ഇത് സിറ്റിംഗ് റൂം. സിറ്റിംഗ് റൂമാണത്. ഓക്കെ, ഇതോ? ഇത് ജോൺകുട്ടീന്റെ സ്വന്തം ബെഡ്റൂം. ഇവിടെയോ? ഇതാണ് ഞങ്ങളുടെ എന്റെ ചക്കിന്റെ ബെഡ്റൂം. പിന്നെ അപ്പൊ പിള്ളേര് ഇവിടെ സർവൈവൽ മോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് പിള്ളേര് ഇരിക്കുവാണ്. കുട്ടീനെ നോക്കണേ, അവനൊന്നും വലിച്ചു തലയിലോട്ട് ചാടിക്കല്ലേ. അവസാനം സേഫ് ആവാൻ ചെയ്തത് വെച്ചിട്ട് ആശുപത്രി പോകേണ്ട അവസ്ഥ വരല്ല. അതായത് നമ്മൾ കറണ്ട് പോയപ്പോഴേക്ക് ആദ്യമേ നമ്മള് നാട്ടിലേക്ക് കറണ്ട് പോകണ തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ നോക്കി, അവിടെയും പോയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ വിളിച്ചു ചോദിച്ചു, അവിടെയും പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെയാണ് മെസ്സേജ് വരുന്നത്. ആ നെയ്ബറിന്റെ വീട്ടിൽ കറണ്ട് ഇല്ല. തൊട്ടിപ്പുറത്തെ നെയ്ബറിന്റെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ജനലയില് ലൈറ്റ് ഉണ്ടാവണതാണ്. ഇത് അതില്ല. പിന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വീട്ടില് അത് മാറ്റാൻ വെച്ചായ അവിടെയും കറണ്ട് ഇല്ല. പിന്നെ അപ്പുറമുള്ളവരുടെയൊക്കെ വീട്ടിൽ നല്ല ലൈറ്റ് ഉണ്ടാകുന്നതായിരുന്നു. പക്ഷെ അവിടെയും ഇല്ല കറണ്ട്. താഴത്തെ അവിടെയൊക്കെ എപ്പോഴും തന്നെ ലൈറ്റ് ഇടുന്ന. മറ്റൊരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചാൽ അവിടെ ചെറിയൊരു വട്ടമുണ്ട്. ബാക്കി എല്ലായിടത്തും കറണ്ട് പോയിക്കോട്ടോ. ഇപ്പൊ ഫ്രിഡ്ജ് നമ്മുടെ ഓഫായി. എന്തോ സ്ട്രീറ്റ് ലൈറ്റും എല്ലാം പോയേക്കോ അങ്ങോട്ടേക്ക്. അതെ, അവര് ട്രൈ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് കുറച്ച് വിറകുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. തീ ഇട്ടോണ്ടിരിക്കുക. നമ്മൾ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയല്ല. ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അല്ലേ. ഇപ്പൊ നമ്മൾ ഓർക്കുവാണേ, ഇത് ഫയർ പ്ലേസിനകത്ത് സാധാരണ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി വെച്ച് വർക്കാവുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവം. അപ്പൊ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും, ഇങ്ങനെ
അല്ല അതിപ്പോ അങ്ങനെ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ അതിനകത്തൊക്കെ ചെയ്യുക അത്രേ ഉള്ളൂ. ഇപ്പൊ അല്ല നല്ല പാത്രം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ നമ്മള് ട്രിപ്പ് ജീവിക്കാൻ വേണ്ടി വേറെ നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ പാത്രം നല്ലത് കിട്ടാതൊക്കെ ഉണ്ടോ അല്ലെ? അതായത് ഇവിടെ നാളെ എപ്പോഴും യുദ്ധം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും വേറെ ഒക്കെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഫയർ പ്ലേസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എപ്പോഴും വേണമെങ്കിലും യുദ്ധമൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ഇങ്ങനെയൊക്കെ കരുതി വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു പാഠമായി അല്ലേ? അതെ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ഇതിങ്ങനെ തീയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഇൻഡോർ ടെമ്പറേച്ചർ 5-ൽ താഴെ പോകാതെ നമുക്ക് ആകാൻ പറ്റും. കാരണം ഇത്ര നേരം വാമായിട്ടായിരുന്നു 22-23 ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. നമ്മുടെ കിളികളൊക്കെ ചെറുതായിട്ട് പേടിച്ചെന്ന് തോന്നുന്നു. ഒക്കെ മിണ്ടാണ്ടിരിക്കും കേട്ടോ. പോയി അടുത്തേക്ക് ചെല്ലുമ്പോ അവര് പേടിച്ചു പോപ്പാ. പേടിക്കരുതേ. അതിന്റെ അടുത്ത് പയ്യെ വെട്ടം കാണിച്ചിട്ട് നോക്കിയാ അവന്മാരെ ഓക്കെ ആണെന്ന്. അവന്മാര് രാത്രി ഉറങ്ങിക്കോളും. ഇങ്ങോട്ട് പോരാ, ഡിസ്റ്റർബ് ചെയ്യണ്ടവരെ. ഓ യെസ്, കുട്ടി അങ്ങ് വിരികിനെ പോലെ അടക്കമാണല്ലോ. അതേല് അവിടെ വെക്കട്ടെ. അപ്പൊ അവിടെ ഒക്കെ ചൂടുണ്ട്, അത് ഉരുകും. അത് കറണ്ട് വരണ്ടായിരുന്നു. എത്ര മണിക്കൂർ എടുത്തു? അതായത് 6 മണി എന്ന് പറഞ്ഞിട്ട് 5:15 ആയപ്പോഴേക്കും വന്നു.